അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അറബിക് ലബനീൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് റൊട്ടിയുടെ കൂടെ കഴിക്കാം, അതുപോലെ സാലഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ലബനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തുണി നമ്മൾ ഈ അരിപ്പയുടെ ഉൾഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ യോഗേട്ട് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ തൈര് നമ്മളിതിൽ യൂസ് ചെയ്യരുത്. സാധാരണ തൈരിന് പുളിപ്പ് കൂടുതലാണ്. ഇപ്പോൾ യോഗേട്ട് തന്നെ എടുക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണമെന്ന് വിചാരിച്ചാൽ അത്രയും എടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം മുഴുവനായിട്ട് കളയുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യോഗേട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ തുണി മുഴുവനായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇതിലുള്ള വെള്ളം പിഴിഞ്ഞ് കളയുക. നമ്മൾ എത്ര കൈ വെച്ചിട്ട് പിഴിഞ്ഞ് കളഞ്ഞാലും വെള്ളം മുഴുവനായിട്ട് പോകില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈ കൊണ്ട് മാക്സിമം കളയാൻ പറ്റുന്ന അത്രയും കളയുക. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇതുപോലെ ഈ തുണി ഒന്നും ചെയ്യാണ്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ തലേന്നൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്താൽ മതി. അങ്ങനെ മണിക്കൂർ കണക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ ബൗളിലുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കുക. ഇത്രയും വെള്ളം പോയതിന് ശേഷം നമ്മൾ ഇനി എടുക്കുന്ന സമയത്തും ഒരുപാട് വെള്ളം ഉണ്ടാവും കേട്ടോ. എത്ര പിഴിഞ്ഞ് കളഞ്ഞാലും ഇതിൽ നിന്ന് മുഴുവനായിട്ട് വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം നമ്മൾ വെക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയും വെള്ളം വീണ്ടും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒഴിവാക്കിയതിന് ശേഷം തുണിയിൽ നിന്ന് ഈ ഒരു യോഗേട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ആയി കിട്ടണം നമുക്ക്, നല്ല ലബനി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു തുണിയത്തെ യോഗട്ട് മൊത്തമായിട്ട് നമ്മൾ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. വേസ്റ്റ് ആക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി നിങ്ങൾക്ക് തുർക്കിഷ് ലബനിയൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അറബിക് ലബനി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ക്രീം ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഓവറായി പോകണ്ട, നല്ല കുറച്ച് ഉപ്പ് വേണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ വരും. ഒരു 4 സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് റൊട്ടിയുടെ കൂടെ കഴിക്കുക, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ഹെൽത്തിയാണ്. ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഒലീവ്സും കൂടെ ഒക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്തിട്ട് ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിന് മുകളിൽ ഒഴിച്ചാൽ മതി. ഇതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊരു ഒലിവും അതുപോലെ തന്നെ ഒരു മിൻറ്റ് ലീവ്സും കൂടെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.